നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രചാരണ രംഗമെല്ലാം കൊഴുക്കുകയാണ്. ഭരണത്തിലിരിക്കുന്നവർക്ക് പിന്നെ പ്രചാരണം കൊഴുപ്പിക്കുന്നതിന് അധികാരത്തിൻ്റെ എല്ലാവിധ അവസരങ്ങളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. പണമായാലും അധികാരവും സ്വാതന്ത്ര്യവും അതാണല്ലോ PR വർക്കിലൂടെ പുറത്തു വരുന്നത്. എല്ലാം പറഞ്ഞ് നേരെയാക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് LDF അല്ലാതെ ആരുണ്ട് എന്നുള്ള ഒരു ചോദ്യവും കൂടി ഇടുന്നുണ്ട്. സാധാരണക്കാരും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവരെയും ഒക്കെ ഒരുതരം കുഴപ്പത്തിലെത്തിക്കുന്ന ചോദ്യങ്ങളും വിശദീകരണവുമായിട്ട് എപ്പോഴും മുമ്പോട്ട് വരാൻ CPM-ന് കഴിയും. അവർക്ക് അതിൻ്റേതായ ചില ക്ലാസുകളും പരിശീലനവും ഒക്കെ ഉള്ളവരാണ്. പക്ഷേ അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ തരംഗവും നിൽക്കുമ്പോഴും നമ്മൾ പറയും ഭരണപക്ഷത്തുള്ള ചില MLA-മാരൊക്കെ വിജയിച്ചു വരണം, ചിലരൊക്കെ പ്രഗത്ഭര് തന്നെയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിലെ ആയാലും മുസ്ലിം ലീഗിലെയും ചില MLA-മാർ അവരെ ഇനി കൊണ്ട് ആവശ്യമില്ല, പക്ഷെ ചിലരൊക്കെ ജയിച്ചു വരണം. അത് അവരുടെ ഒരു മികച്ച പ്രകടനം കാണുമ്പോൾ പറയുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള ചില മന്ത്രിമാരൊക്കെ തോൽക്കും എന്നൊക്കെ ഞാൻ പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അവർ ജയിച്ചു വരാൻ പാടില്ല. ഇപ്പൊ മന്ത്രി ശിവൻകുട്ടി ഇനി ജയിച്ചു വരേണ്ട ആവശ്യമില്ല, ജയിക്കുകയുമില്ല നിയമത്ത് നിന്ന്, അത് വേറൊരു കാര്യം. അതുപോലെ പലരുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില 3 വനിതകളെ കുറിച്ച് ഞാൻ പറയാം. ഇവരൊരിക്കലും ജയിച്ചു വരാൻ പാടില്ല. ഇത് ഭരണപക്ഷത്തുള്ളതും പ്രതിപക്ഷത്തുള്ളതുമായ 3 പേരാണ്. ഭരണപക്ഷത്തുള്ള 2 പേരും പ്രതിപക്ഷത്തുള്ള ഒരാളെ കുറിച്ചുമാണ് പറയുന്നത്. കേരളത്തിന്റെ പ്രധാനമായിട്ടും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ചു ഗുണഭോക്താക്കളാകുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ രംഗം എന്ന് പറയുന്നത്. ഏത് സർക്കാർ വരുമ്പോഴും ആദ്യം അല്ലെങ്കിൽ ഏത് സർക്കാരിലും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുക നീക്കിവെക്കുന്നത് പോലും ആരോഗ്യവും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുമാണ്. ആരോഗ്യമാണല്ലോ ഒരു ജനതയെ നിലനിർത്തുന്നത്. ആ ആരോഗ്യ വകുപ്പ് കുത്തഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം പിന്നെ എന്താണ് വേണ്ടത്? 2021 പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിൽ വന്നത് എന്ത് കാരണത്താലാണ്? ലോകത്ത് ഒരു മഹാമാരി പടർന്നു പിടിച്ചു. ആ ദുരന്തത്തിന്റെ മറവിലല്ലേ കയറി വന്നത്? ആ ദുരന്തത്തെ കേരളം അതിജീവിച്ചു. കേരളം എന്ന് പേര് കേട്ടപ്പോൾ കോവിഡ് പോലും തിരിഞ്ഞുപോയി എന്നൊക്കെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. സ്വയം രക്ഷകരായി മാറി കേരളത്തിന്റെ പ്രളയത്തിലൂടെയും കോവിഡിലൂടെയും. അങ്ങനെയാണ് അധികാരത്തിൽ വന്നത്. അതിലൂടെ KK ശൈലജ ആരോഗ്യ വിദഗ്ധയായിട്ട് മാറി. ലോകത്തിന് മുഴുവൻ മാതൃകയായ, അതൊക്കെ അവർ പറഞ്ഞുണ്ടാക്കിയതാണ്. അതിൻ്റെ പേരിൽ KK ശൈലജയ്ക്ക് കിട്ടിയ അവാർഡ് പോലും വാങ്ങാൻ പോകണ്ട, നിരസിച്ചേക്കെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? KK ശൈലജ ആരോഗ്യ രംഗത്തെ മികവ് കാണിച്ചുകൊണ്ട് തൻ്റെ തലയ്ക്ക് മുകളിൽ വരുമെന്ന് പിണറായി മനസ്സിലാക്കി. സ്വർണം കായ്ക്കുന്ന മരമാണേലും പുരയ്ക്ക് മീതെ വന്നാൽ വെട്ടിക്കളയണമെന്നാണല്ലോ. അത് തന്നെ പിണറായി ഇവിടെയും കാണിച്ചു കൊടുത്തു. 2021 വന്നപ്പോൾ ആരോഗ്യ വകുപ്പ് ഓർത്തഡോക്സ് സഭയുടെ നോമിനിയായിട്ട് വന്ന വീണ ജോർജിന് എടുത്തു കൊടുത്തു. വീണ ജോർജിനെ പോലെ ഇത്രത്തോളം അഹങ്കാരം കാണിച്ചിട്ടുള്ള ഒരു മന്ത്രി വേറെയില്ല. ഏറ്റവും അവസാനം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കഴുത്തുളുക്ക് നാടകവും നടത്തി. പത്തനംതിട്ട ജില്ലയിലെ CPM പ്രവർത്തകർക്ക് അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. പ്രധാനപ്പെട്ട CPM നേതാക്കൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാറില്ല. പിന്നെ ആരുടെ ഫോൺ എടുക്കുമെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെ കൊണ്ട് വിളിപ്പിക്കണം. അത് നമുക്ക് അസാധ്യമായിട്ടുള്ള കാര്യമല്ലേ. അല്ല പിന്നെ കത്തോലിക്ക ബാവ വിളിക്കണം. ഈ 2 പേര് വിളിച്ചാലേ വീണ ജോർജ് ഫോൺ എടുക്കൂ. അപ്പൊ സാധാരണ ജനങ്ങളുമായിട്ട് വലിയ അകൽച്ച ഉണ്ടാക്കി. മാധ്യമരംഗത്ത് നിന്ന് വന്നിട്ടുള്ള വീണ ജോർജ് മാധ്യമ പ്രവർത്തകരെ പോലും ആട്ടി അകറ്റി.
ഇതൊക്കെ വൻ തിരിച്ചടി ഉണ്ടാക്കി. കേരളത്തിലെ ആരോഗ്യരംഗം കുത്തനെ താഴേക്ക് പതിച്ചു. 2016 പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ ചില വകുപ്പുകളെ കുറിച്ച് എടുത്തു പറഞ്ഞു. പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, പൊതുഗതാഗതം. ഇത് മൂന്നിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ പൊതുഗതാഗതം അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടാകാം കെ വി ഗണേഷ് കുമാറിനെ പോലുള്ള മന്ത്രിമാരുടെ ഒരു ഗുണം കൊണ്ട്. അപ്പോൾ ആരോഗ്യരംഗത്ത് വൻ തകർച്ചയാണ് ഉണ്ടായത്. അതുകൊണ്ട് വീണ ജോർജ് വീണ്ടും മൂന്നാമതും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്ന് വിജയിക്കില്ല എന്ന് ഉറപ്പാണ്. വിജയിക്കാൻ പാടില്ല. ആറന്മുള നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാർ മറ്റ് രണ്ട് പ്രഗത്ഭരുണ്ടല്ലോ. ഒന്ന് കുമ്മനം രാജശേഖരനുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഓർത്തഡോക്സ് സഭയിലുള്ള അബിൻ വർക്കിയുമുണ്ട്. അവരിൽ ആർക്കെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്തോളൂ. അബിൻ വർക്കി വിജയിച്ചാലും കുഴപ്പമില്ല, വീണ ജോർജ് വിജയിക്കാൻ പാടില്ല. അവിടുത്തെ പിതാവ് തന്നെ പറഞ്ഞല്ലോ, 2 മക്കളാണ് മത്സരിക്കുന്നത്, അതിലൊരാൾ ജയിക്കണമല്ലോ എന്ന്. അപ്പോൾ കുമ്മനത്തെ പരാജയപ്പെടുത്തുക എന്നാണ് ആ പിതാവ് ഉദ്ദേശിച്ചത് തന്നെ. അപ്പോൾ എന്തായാലും വീണ വിജയിക്കാൻ പാടില്ല. അത് വീണ്ടും വലിയൊരു ദുരന്തത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അടുത്ത വരുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസവും കൊച്ചു വിദ്യാഭ്യാസവും ഉണ്ട്. പാവം ശിവൻകുട്ടി കൊച്ചു വിദ്യാഭ്യാസ വകുപ്പുണ്ട്. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കോളേജ് അധ്യാപികയായി പ്രിൻസിപ്പളായി വിരമിച്ചു. അത് കഴിഞ്ഞ് പെൻഷനും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. എന്തുകൊണ്ട്? വിജയരാഘവന്റെ ഭാര്യ ആയതുകൊണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ ഭാര്യ. എന്നിട്ട് മന്ത്രിസ്ഥാനവും കൂടി കൊടുത്തു. വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രൊഫസറാണെന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയുടെ പ്രധാന കാരണക്കാരി എന്ന് പറയുന്നത് മന്ത്രി ബിന്ദു കൊച്ചമ്മയാണ്. ആ ബിന്ദു കൊച്ചമ്മ ഒരിക്കലും ഇരിങ്ങാലക്കുടയിൽ നിന്നല്ല, കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് നിയമസഭയിൽ എത്താൻ പാടില്ല. അത് നമ്മുടെ സാംസ്കാരിക കേരളത്തിന്, സാക്ഷര കേരളത്തിന് അപമാനമാണ്. അതുപോലെ വരുന്നത്, മൂന്നാമത് വരുന്നത് ഈ LDF തന്നെ അടച്ചാക്ഷേപിക്കുകയല്ല, UDF ഉണ്ട് ഇതുപോലെ. UDF രമ്യ ഹരിദാസ് 2019 ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പാട്ടും പാടി വിജയിച്ചു പോയതാണ്. എന്തെല്ലാം നാടകങ്ങളാണ് കാണിച്ചത്, എന്തെല്ലാം ഷോകളാണ് കാണിച്ചത്. പാർലമെന്റിൽ ചെന്നിട്ട് കേരളത്തെക്കുറിച്ച്, ആലത്തൂരിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ കഴിഞ്ഞോ? അതുകൊണ്ട് തന്നെ ആലത്തൂരുകാർ തക്ക മറുപടിയും കൊടുത്ത് 2024 UDF തരംഗമുണ്ടായപ്പോൾ പോലും രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി. പിന്നിട്ട് ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും വന്നു നിന്നു. അവിടെയും 8 നിലയിൽ പൊട്ടി. ഇപ്പോഴിതാ ചിറയിൻകീഴ് സംവരണ മണ്ഡലത്തിൽ വന്നു നിൽക്കുകയാണ്. പരാജയപ്പെടുത്തണം, യാതൊരു പ്രയോജനവുമില്ല. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് ജയിക്കാൻ പാടില്ല. അപ്പോൾ ഈ 3 വനിതകളും വനിതകളെ അടച്ചാക്ഷേപിക്കുകയല്ല, നമ്മൾക്ക് ദോഷമുണ്ടാക്കി വെച്ച 3 വനിതകളുടെ പേരാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും രമ്യ ഹരിദാസും. ഇവർ 3 പേരും പരാജയപ്പെടുത്തണം. പരാജയപ്പെടുത്തുകയാണ് വേണ്ടത് പ്രിയ വോട്ടർമാരെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.